ഹായ് ഹലോ നമസ്കാരം. ഞാൻ സജീന ഫ്രം കൊല്ലം. എൻ്റെ ചാനലിൻ്റെ പേരറിയാമല്ലോ, സജീന വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നാരങ്ങ അച്ചാർ ഇടാൻ അറിഞ്ഞുകൂടാത്ത ആരുമില്ല, എന്നാലും പലരും പല ടൈപ്പിലാണ് ഇടുന്നത്. ഞാൻ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ നാരങ്ങ ഉപ്പിലിട്ട് വെച്ച്. ആ ഉപ്പിലിട്ട നാരങ്ങ എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് 50 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച്, നല്ലെണ്ണ നല്ലതുപോലെ ചൂടായപ്പോൾ കുറച്ച് കടുകിട്ട് താണ്ട പൊട്ടുന്നണ്ട. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തത് ഉണ്ടമുളവാണ്. ഉണ്ടമുളവ് എല്ലാം കൂടെ അതിനകത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കണം. കുറച്ച് കറിവേപ്പില തണ്ടും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. ബ്രൗൺ നിറം ആകുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ അതിലോട്ട് തട്ടി കൊടുക്കുക. തട്ടിയിട്ട് ഒരുപാട് ഇട്ടങ്ങ് കിണ്ട ഇളക്കാതെ നൈസായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുത്തിട്ട് ആ ഉപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നൈസായിട്ടൊന്ന് ഇളക്കിയിട്ട് അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം വേവിക്കുക. കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം വെന്ത് നല്ലൊരു പരുവായി. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ കൂട്ട് ഇടാം. സ്പെഷ്യൽ കൂട്ട് എന്താണെന്ന് അറിയുമോ? ഒരു 10-12 വറ്റൽമുളക്, കായക്കട്ട, കടുക്, ഉലുവ ഇതെല്ലാം കൂടി നൈസായിട്ടൊന്ന് വറുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ആ സ്പെഷ്യൽ കൂട്ട്. അപ്പം നിങ്ങൾ പറയും, ഓ ഇത് സ്പെഷ്യൽ കൂട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്യുന്നതാണെന്ന്. ഇത് എൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടാ. അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി പഞ്ചസാര വെള്ളത്തിൽ കലക്കി അതിലൊഴിച്ചു കൊടുക്കണം. പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ആയാലും മതി. ഇത് കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ശർക്കര യൂസ് ചെയ്യുന്നത്. അതും ഇട്ട് നൈസായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, നമ്മുടെ സെൽഫ് യൂസ് ആയതുകൊണ്ട് വിനാഗിരി കുറച്ച് മതി. ഇട്ടിട്ട് ചെറുതായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കത്തിപ്പൊത്തി കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വിതറിയിട്ട് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു കുപ്പിക്കകത്താക്കി അടച്ചു വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ 1K വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ലൈക്ക് 2-3 ഒക്കെ കിട്ടുന്ന. എന്തടേ, കണ്ടു കഴിഞ്ഞിട്ട് ഒരു ലൈക്ക് ബട്ടൺ ഇവിടെ ഞെക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടാ?